അപ്പോൾ ആദിചന്ദ്രൻസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി റിവ്യൂ വീഡിയോ ആണ്. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന ഒരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾ ഓൾറെഡി എന്താ കണ്ടിരുന്നതൊക്കെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. സോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക പേരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് നമ്മളുടെ ഹെയർ ഫോൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹെയർ ഫോൾ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കേസ് പറയാം. ഹെയർ ഫോൾ എനിക്കത് ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണ്. ഹെയർ ഫോള്, ഹെയർ സ്പ്ലിറ്റ്നെസ്, ഡാൻഡ്രഫ്, ഈ മൂന്നെണ്ണം എന്നെ വിട്ടു പോവാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ നിങ്ങൾ കാണുന്നവർക്കും അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ പേഴ്സണലി ഇപ്പോഴത്തെ നമ്മളുടെ പഴയ കാലഘട്ടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഓയിലൊക്കെ ഇട്ട് അങ്ങനെയാണ്. ഇപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അങ്ങനെ ഓയിൽ പ്രിഫർ ചെയ്യാത്ത ആൾക്കാരാണ്. അതിന്റെ മെയിൻ ഇഷ്യൂ ആണ് നമുക്കുള്ളതും. പക്ഷെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് എപ്പോഴെങ്കിലും നമ്മൾ മാക്സിമം ഷാമ്പു ഒക്കെ ഇട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നമ്മളുടെ ഇപ്പോഴത്തെ ഹെയറിന് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നവരാണ് അല്ലെ. ഇപ്പം ഹെയർ സ്ട്രെയിറ്റനിങ് ആയിക്കോട്ടെ, കെരാറ്റിൻ ആയിക്കോട്ടെ, കളറിങ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഹെയറിന് ഡാമേജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹെയറിന് എങ്ങനെ ഡാമേജ് ചെയ്യിപ്പിക്കണം എന്ന് നോക്കുന്നതാണ്. ഇപ്പം ഞാനും ഇപ്പൊ സ്ട്രെയിറ്റനിങ്ങും കളറിങ്ങും ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് വീണ്ടും അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ഹെയറിനെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു സേഫ് ലെവലിൽ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം എനിക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉള്ള ഒരാളാണ് കേട്ടോ. ഇപ്പൊ എന്റെ സ്റ്റോറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓയിൽ ഇടല് ഭയങ്കര കുറവാണ്. ഓയിൽ ഇടാറില്ലായിരുന്നു, ഒട്ടും ഇടാറില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റില് ഹെയർ ഫോൾ നന്നായിട്ടുണ്ട്, സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു, ഡാൻഡ്രഫ്, ഈ മൂന്നെണ്ണമാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പല നമ്മൾ കാണുന്ന ഓയിലുകളും കാര്യങ്ങളൊന്നുമില്ലേ, അതൊന്നും എനിക്ക് ഒരിക്കലും സെറ്റ് ആവില്ല. അതെന്താന്ന് അറിയില്ല കേട്ടോ, അതൊരിക്കലും എനിക്ക് സെറ്റ് ആവില്ല. അപ്പം ഞാൻ പേഴ്സണലി എനിക്ക് ഓയില് വേണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മളുടെ വീട്ടിന് ചുറ്റുപാടുമുള്ള നമ്മളുടെ അച്ഛമ്മമാര് അല്ലെങ്കിൽ അമ്മമാര് ഇവരൊക്കെ ഉണ്ടാക്കി തരുന്ന എണ്ണ ഉണ്ടാവുമല്ലോ. ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇല, പിന്നെന്താ കഞ്ഞുണ്ണി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ട് എനിക്ക് നേരത്തെ അങ്ങനത്തെ എണ്ണയൊക്കെ ആയിരുന്നു ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ അച്ഛമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന സമയത്ത് അത് തേക്കുമ്പം എനിക്ക് ഹെയർ ഫോളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഇവിടെ എനിക്ക് നമുക്ക് അതിൽ പല കാര്യങ്ങൾ നമ്മൾ നാച്ചുറലി കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും കിട്ടാതായതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടു. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഓയിൽസ് അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പിന്നെ ഈ വേറെ പ്രൊഡക്ട്സുകളുടെയൊക്കെ ഓയിൽ അങ്ങനെയൊക്കെ ആട്ടോ യൂസ് ചെയ്യണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് ഒരു തരത്തിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു നാച്ചുറൽ ആയിട്ട് ഒരു എണ്ണ കാച്ചാനാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ നമുക്ക് നാച്ചുറലി ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നതും നമ്മളുടെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങനത്തേക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഹെയർ ഓയിൽ ഇങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് ഞാനിപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ ഉണ്ട് കേട്ടോ. ഇത് മെയിൻ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇപ്പം ഹിബിസ്കസ് ആയിക്കോട്ടെ അതിന്റെ ഇലയിൽ നമ്മൾക്ക് കിട്ടാത്ത ഒരുപാട് ഹെയറിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, കഞ്ഞുണ്ണി, അങ്ങനെ പല ഇതുണ്ട് നമ്മളുടെ നാച്ചുറലി കിട്ടുന്ന. അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഹെയറിന് ഏറ്റവും വേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഒരു നാച്ചുറലി എനിക്കൊരു ബോട്ടിൽ, അത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ് ഈ ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറയുമ്പം നമ്മളുടെ തന്നെ ഈ അടുത്തുള്ള എല്ലാവിടെ നിന്ന് കിട്ടുന്ന യൂസ്ഫുൾ ആയിട്ട് ഹെയറിന് എന്തൊക്കെ, ഇപ്പൊ ഹെയർ ഫോൾ ആയിക്കോട്ടെ, ഡാൻഡ്രഫ് ആയിക്കോട്ടെ, സ്പ്ലിറ്റൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും. അപ്പൊ ഞാനത് എന്നാ പിന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് നാൾ യൂസ് ചെയ്തു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്
അത്രയും ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സ്ട്രെയിറ്റൺ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, കളർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊക്കെ പോകുന്നതിന് മുന്നേ എന്റെ ഹെയർ അറ്റ്ലീസ്റ്റ് ഒന്ന് ഹെൽത്തി ആയിരിക്കണമല്ലോ. ഇത് അല്ലേലേ ഫുള്ള് സ്പ്ലിറ്റ്നെസ്, ഡാൻഡ്രഫ്, ഹെയർ ഫോൾ. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പണിയാണ്. സോ അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ആദിവാസി ഞാനിപ്പം സെക്കൻഡ് ബോട്ടിലാണ് യൂസ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ മേടിച്ച് ആളുടെ നിന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ മേടിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയി. പിന്നെ നമ്മൾ ഇത് വീക്ക്ലി ആണെങ്കിൽ എത്ര ഒരു 2 or 3 ഇട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് ഹെയറിന് അത്രയും നല്ല ഒരു തണുപ്പൊക്കെ കൊടുത്ത് ചെയ്യുമ്പോണ്ടല്ലോ നല്ല സുഖമാണ്. പിന്നെ ഇതിൽ വേറെ ഒരു അനാവശ്യ കണ്ടന്റ്സോ കാര്യങ്ങളൊന്നും. ഇത് നാച്ചുറലി ഉണ്ടാക്കുന്ന സാധനം. ഈ ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മളുടെ ആ ഒരു പരിസരത്തിൽ നിന്നുള്ള ഹെയറിന് വേണ്ട ഹെൽത്ത് എന്തൊക്കെ മാക്സിമം കൊടുക്കാൻ പറ്റും ആ സാധനങ്ങൾ കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. അപ്പൊ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. പിന്നെ ഇപ്പം എൻ്റെ വർക്ക് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ളതാണ്. അതിപ്പോ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നമുക്ക് പ്രൊമോഷൻസ് അത് ചെയ്ത് കൊടുക്കണം, വീഡിയോസ് എടുക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം. അതുകൂടാതെ എന്റെ വർക്ക് ഉണ്ട്, എനിക്ക് അതിന്റെ പുറകെ നിൽക്കണം, അത് കഴിയുമ്പം ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്ട്രെസ്ഫുൾ സമയമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെയൊക്കെ തന്നെ ആയിരിക്കണം എനിക്ക് ഇത്രയും ഹെയർ ഫോൾ വരുന്നത്. അപ്പം ഞാൻ ഇപ്പം ഒരു 2-3 തവണയൊക്കെ ഈ ഒരു ഓയിൽ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യും, കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഗൈസ്, സാധനം കിട്ടി ഗൈസ്. ഇതാണ് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് കാണാത്തത് ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആദിവാസി ഹെയർ ഓയിൽ. ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് നോക്കിക്കേ, ഇതിൽ തന്നെ കണ്ടോ വേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക എത്രത്തോളം നമ്മളുടെ ഹെൽത്തിന് വേണ്ട സാധനങ്ങൾ ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ബോട്ടിൽ നാച്ചുറലി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പൊ നമുക്കൊന്നും ഇപ്പൊ നമ്മളുടെ പണ്ടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അച്ചമ്മയായിരുന്നെങ്കിൽ നമ്മളുടെ പഴയ ആ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ ഇപ്പൊ നമുക്ക് എണ്ണ കാച്ചാൻ സമയമോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള സമയമോ അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ. സോ അങ്ങനെ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇറക്കിയ ഒരു സാധനം എന്ന് തന്നെ പറയാം. ഇതിൽ ആ ഒരു വേരും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ, അത്രയും നാച്ചുറലാ കണ്ടോ ഈ ഒരു സാധനം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കോക്കനട്ട് മിൽക്ക് ഉണ്ട്, ബ്രിങ്കരാജ് ഉണ്ട്, കസ്തൂരി ലീഫ്, അലോവേര ജെൽ, നീം ലീഫ്, ബ്രഹ്മി, ഹിബിസ്കസ്, തുളസി, ഹെന്ന, ഫെനിൽ ഗ്രീൻ, ബ്ലാക്ക് സീഡ് ഓയിൽ, ഷാലറ്റ്. ഇത് നമ്മൾക്ക് ഒരു ഹെയറിന് എന്തൊക്കെ സ്ട്രെങ്തൻ കൊടുക്കാൻ പറ്റുന്ന നാച്ചുറൽ സാധനങ്ങളുണ്ടോ അതെല്ലാം കിട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. സാധാ നമ്മള് ഇപ്പൊ എന്റെ പഴയ ഒരു എൻ്റെ മുടിയുടെ അവസ്ഥ ആ ഒരു ഇതും ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെയറിന്റെ ഇതും ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. അത്രയും പരിതാപകരമായിരുന്നു എനിക്ക്. പിന്നെ ഹെയർ ഫോൾ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല. ഹെയർ ഫോള്, ഡാൻഡ്രഫ്, ഹെയർ സ്പ്ലിറ്റ്നെസ് ഇത് എന്നെയും കൊണ്ടേ പോകുമെന്ന് വിചാരിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കണം. നിങ്ങൾക്ക് ഇതേപോലെ എണ്ണ കാച്ച യൂസ് ചെയ്യാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നോക്കണം. സോ അങ്ങനെ ഞാൻ അമ്മനെ വിളിച്ചിട്ട് വന്നിട്ട് എനിക്ക് എപ്പോഴും മസാജ് ചെയ്ത് കുറച്ച് നേരം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്യാനാണ് ഇഷ്ടം. സോ അപ്പം അമ്മ അങ്ങനെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തരാണ്. ഇത് നമ്മൾക്ക് വീക്കിലി 3 ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതെല്ലാം ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീക്കിലി 2 or 3 ഇതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത്, ഇപ്പം തലവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 hour കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 hour ഒക്കെ നന്നായി മസാജ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. സോ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ മസാജ് ഒക്കെ ചെയ്ത് ഓയിലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 hour കേട്ടോ. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ തലവേദനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 hour വെക്കുക, അല്ലെങ്കിൽ 1 hour വെക്കുക. വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് കഴുകിക്കളയാം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഓയിൽ ഡേ എന്ന് പറയുന്നത്. എന്നിട്ട് ഷാംപൂ ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. സോ ഞാനുണ്ടല്ലോ ഇവരുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പോലെ ഇതുപോലെ കാച്ചാനോ എണ്ണ കാച്ചാനോ ഒന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ, നാച്ചുറലി ഒരു ഓയിലാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സാധനം എത്തിച്ചേരും. എന്നിട്ട് എങ്ങനെയുണ്ട് അത് യൂസ് ചെയ്തിട്ട് എന്നൊക്കെ പറയണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ.